ഇന്ന് നമുക്ക് അടിപൊളി പഴുത്ത മാങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാൻ ഇടത്തരം പഴുത്ത മാങ്ങകളാണ് എടുത്തിരിക്കുന്നത്. അരിവ് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി വേണം അരിയാൻ. പഴുത്ത മാങ്ങ ആയതുകൊണ്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞാൽ അത് 2-3 ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് അവിഞ്ഞു പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് അത്യാവശ്യം വലുപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഉപ്പ് ചേർക്കുമ്പം സാധാരണ മാങ്ങ അച്ചാറിനെക്കാട്ടിലും ഞാൻ കുറച്ചും കൂടെ കൂടുതൽ ചേർക്കും. കാരണം പഴത്തിൻ്റെ ആ ഒരു മധുരിപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ കുറച്ച് അധികം ഉപ്പ് ചേർക്കുന്നത്. ബാക്കി കുക്കിങ്ങൊക്കെ മറ്റ് അച്ചാറിൻ്റെ പോലെ തന്നെ സെയിം ആണ്. നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അച്ചാറിന് നല്ലൊരു കളറ് കിട്ടാൻ ഈ കാശ്മീരി ചില്ലി പൗഡർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ കായവും വിനാഗിരിയും ചേർക്കാൻ മറന്നുപോലെ ഞാൻ അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ വിട്ടുപോയി. അപ്പം നിങ്ങൾ അത് പ്രത്യേകം ചേർക്കണം. കാരണം അച്ചാറിൻ്റെ മെയിനായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണത്. നോക്കി നിൽക്കാതെ ഒന്ന് ഇറക്കാൻ കൂടി ചന്ദ്ര. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ പറയണം.